ഫ്രണ്ട്സ്, എല്ലാവർക്കും നിംഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ പോപ്പുലറും അതുപോലെ ടേസ്റ്റിയും ആയിട്ടുള്ള ഹൈദരാബാദി ചിക്കൻ ദം ബിരിയാണി എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കിയാലോ. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യാൻ പോകുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം തന്നെ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹൈദരാബാദി ചിക്കൻ ദം ബിരിയാണി എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കിയാലോ. ആദ്യം നമുക്ക് ഇതിന് വേണ്ടിയിട്ടൊരു ബിരിയാണി മസാല തയ്യാറാക്കാം. ഞാനിവിടെ കുറച്ച് ഹോൾ സ്പൈസസ് എടുത്തിട്ടുണ്ട്. 2 ബേ ലീഫ്, പിന്നെ 1 ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരകം, 1/2 ടീസ്പൂൺ കാരവേ സീഡ്സ്, 2 ടീസ്പൂൺ കുരുമുളക്, ഇതുപോലെ ഒരു കഷ്ണം കറുകപ്പട്ട, പിന്നെ 1 ടീസ്പൂൺ ഗ്രാമ്പു, 15 ഏലക്കായ, പിന്നെ ഒരു ചെറിയ കഷ്ണം ജാതിപത്രി, ഒരു ചെറിയ കഷ്ണം ജാതിക്ക. അതായത് ഇതുപോലുള്ള ജാതിക്കയുടെ ഉള്ളിലത്തെ കുരുവിൻ്റെ ഒരു ചെറിയ കഷ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാം. നല്ല ഫൈനായിട്ടുള്ള പൗഡർ ആക്കി എടുക്കണ്ട, ചെറിയ തരികളോട് കൂടി ആയാലും മതി കേട്ടോ. കാരവേ സീഡ്സ് എന്ന് പറയുമ്പോൾ ഷാജീരയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നമ്മൾ ഇത് റോസ്റ്റ് ചെയ്തെടുക്കാതെ തന്നെയാണ് പൊടിച്ചെടുക്കണത്. ഇത് നമുക്കിനി മാറ്റി വയ്ക്കുക. ഇത് മുഴുവൻ നമുക്ക് ഈ ബിരിയാണിയിലേക്ക് ആവശ്യമില്ല കേട്ടോ, വളരെ കുറച്ച് അളവിൽ മാത്രം മതി. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും കുറച്ച് വലിയ കഷ്ണങ്ങളാണെന്നുണ്ടെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. സാധാരണ ബിരിയാണിക്ക് കുറച്ച് വലിയ കഷ്ണങ്ങളായിരിക്കും എടുക്കുക. ഇനി നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് എടുത്തിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. ചതച്ചതാണ് നിങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ ചതച്ചെടുക്കാം. ഞാനിവിടെ ഒരു 1.5 ടേബിൾ സ്പൂണോളം അളവിൽ ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1 കപ്പ്, അതായത് ചെറിയ പുളിയുള്ള തൈരാണ് ഇതിലേക്ക് വേണ്ടിയിട്ട് എടുക്കുന്നത്. പുളിയുള്ള തൈരാണ് നിങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇത്രയ്ക്കൊരു അളവിൽ വേണ്ട കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർക്കാം. ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടി 1.5 ടേബിൾ സ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 4 പച്ചമുളക് എടുത്തിട്ട് ഒന്ന് ചതച്ചെടുത്തതാണ് കേട്ടോ. അല്ലെങ്കിൽ പച്ചമുളകിൻ്റെ പേസ്റ്റ് ആണെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു പകുതി നാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിനാഗിരി ആണെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഇനി ഇത് നമുക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കൈവച്ച് മിക്സ് ചെയ്യണതായിരിക്കും കുറച്ചും കൂടി നല്ലത്. നമ്മളിത് എത്ര സമയം കൂടുതൽ മാരിനേറ്റ് ചെയ്ത് വെക്കണോ അത്രയും ഈ ചിക്കൻ കഷ്ണങ്ങളിലേക്കൊക്കെ മസാല നന്നായിട്ട് പിടിച്ചു വരുന്നുണ്ട്. അപ്പോൾ ഓവർനൈറ്റ് ഒക്കെ മാരിനേറ്റ് ചെയ്ത് വെക്കണതായിരിക്കും ഏറ്റവും നല്ലത്. എല്ലാ സമയം ഇല്ലയെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 1 മണിക്കൂറെങ്കിലും ഇതുപോലെ മാരിനേറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. പിന്നെ തയ്യാറാക്കുന്ന സമയത്ത് എടുത്താൽ മതി. ഇനി ഞാൻ ഇതൊന്ന് അടച്ചതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കണം കേട്ടോ. ബാക്കി കാര്യങ്ങൾ നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ളത് ചെയ്യാം. ഇനിയിപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് ബസ്മതി റൈസ് 3 കപ്പ് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഏത് ബ്രാൻഡ് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ നല്ല ക്വാളിറ്റിയുള്ള ബസ്മതി റൈസ് ആണെന്നുണ്ടെങ്കിൽ ബിരിയാണി നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റില്ല കേട്ടോ. ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം ഒരു 20-25 മിനിറ്റോളം വെള്ളത്തിൽ നല്ലപോലെ ഒന്ന് കുതിർത്തിയെടുക്കാം കേട്ടോ. അതിനുശേഷം പിന്നെ ഡ്രെയിൻ ചെയ്തിട്ടുണ്ട് നമ്മളിത് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഞാനിവിടെ ഒരു പാനിലേക്ക് കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സവോള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിവിടെ 2 വലിയ സവോള ഇതുപോലെ നീളത്തിൽ കനം കുറച്ച് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ സവോള ഫ്രൈ ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് അധികം ഓയിലിൽ ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് വന്നോളും. അല്ലാന്നുണ്ടെങ്കിൽ 2-3 പ്രാവശ്യമായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഈ ഹൈദരാബാദി ചിക്കൻ ബിരിയാണിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളിതിന് വേണ്ടിയിട്ട് സവാള വഴറ്റിയിട്ട് ഒരു മസാല തയ്യാറാക്കാറില്ല. ഈ ഫ്രൈഡ് ഓണിയനാണ് ചിക്കനിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഈ ഹൈദരാബാദി ചിക്കൻ ബിരിയാണിയുടെ ശരിക്കും പറഞ്ഞാൽ സ്പെഷ്യലാക്കി മാറ്റണത് കേട്ടോ. സാധാരണ രീതിയിൽ നമ്മൾ കേരള സ്റ്റൈൽ ചിക്കൻ ബിരിയാണി തയ്യാറാക്കുമ്പോൾ നമ്മൾ സവാള വഴിച്ചിട്ട് ഒരു മസാല തയ്യാറാക്കും. അപ്പോൾ അത് കുറച്ചും കൂടി ഒരു ലോങ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ്. പക്ഷേ ഇതെന്ന് പറയുന്നത് കുറച്ചും കൂടി എളുപ്പമാണ് തയ്യാറാക്കാൻ. പിന്നെ നമ്മൾ ചിക്കനൊന്നും ഫ്രൈ ചെയ്തെടുക്കണില്ല. അപ്പോൾ ഈസി ആയിട്ട് തന്നെ നമുക്ക് ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇപ്പോൾ കണ്ടില്ലേ, സവാള ഒന്ന് ഗോൾഡൻ ഷെയ്ഡായിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. എല്ലാം ഏകദേശം ഒരുപോലെ തന്നെ ഒന്ന് ഫ്രൈ ആയിട്ട് വന്നോട്ടെ കേട്ടോ. ഈ ഒരു സമയമൊക്കെ ആകുമ്പോൾ ഒരു ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക. പക്ഷേ സവാള ചേർത്ത് കൊടുക്കണ ആ ഒരു സമയത്ത് നിങ്ങൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്തു. അപ്പോഴായിരിക്കും പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് വരുള്ളൂ. ഇതിപ്പോൾ കണ്ടില്ലേ, റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റാം. എല്ലാം ഒരേ കളറാവാൻ വേണ്ടിയിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അങ്ങനെയാകുമ്പോൾ ഇത് കരിഞ്ഞു പോകാനൊക്കെയുള്ള സാധ്യത കൂടുതലാണ്. ഇത് നമ്മൾ കോരി മാറ്റി വെച്ചതിന് ശേഷം കുറച്ച് സമയം കഴിയുമ്പോൾ എല്ലാം ഒരേ കളറിലായിട്ട് തന്നെ വരും കേട്ടോ. കണ്ടില്ലേ. ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം.
ഇതുപോലെ എല്ലാം നമുക്ക് കോരിയെടുക്കാം ട്ടോ. ഇനി സെയിം എണ്ണയിലേക്ക് നമുക്കൊരു 15-20 കാഷ്നട്ട് ചേർത്ത് കൊടുക്കാം. കാഷ്നട്ട് ഒരു ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡായിട്ട് വരട്ടെ ട്ടോ. കാഷ്നട്ടിനൊന്നും അങ്ങനെ അളവൊന്നുമില്ല. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്രയാണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം. ഒരുപാട് അങ്ങോട്ട് ബ്രൗൺ ഷെയ്ഡ് ആവാൻ വേണ്ടിയിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല. അതിനു മുമ്പ് തന്നെ നമുക്ക് ഇതിലേക്ക് കിസ്മിസും കൂടിയും ചേർത്ത് കൊടുക്കാം. ഇനി കിസ്മിസ് ഒന്ന് നന്നായിട്ട് വീർത്ത് വരുമ്പോൾ നമുക്കിതെല്ലാം കൂടി ഒന്ന് കോരി മാറ്റാം. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂണോളം അളവിലാണ് കിസ്മിസും ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കിസ്മിസ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയോ കുറച്ചോ എങ്ങനെയാണെന്ന് വെച്ചാൽ എടുക്കാം ട്ടോ. ഇനി ഇതെല്ലാം ഞാനൊന്ന് കോരി മാറ്റട്ടെ. ഓവറായിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഇതും റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി സെയിം പാനിൽ തന്നെയാണ് നമ്മൾ ചിക്കനും കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിൽ കുറച്ചധികം ഓയിൽ ഉണ്ടായിരുന്നു. പക്ഷെ അത് മുഴുവനായിട്ട് നമുക്ക് ആവശ്യമില്ല കേട്ടോ. ഒരു 1.5 ടേബിൾ സ്പൂണോളം എണ്ണയാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഇപ്പോൾ എടുത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് എണ്ണയ്ക്ക് പകരം നെയ്യ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ചിക്കൻ കുക്ക് ചെയ്തെടുക്കുന്ന സമയത്തും അതുപോലെ നേരത്തെ നമ്മൾ സവാളയൊക്കെ ഫ്രൈ ചെയ്തെടുത്തില്ലേ, ആ ഒരു സമയത്തും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെയ്യ് വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം. ഞാനിപ്പോൾ നെയ്യ് താല്പര്യമില്ലാത്ത കാരണം ഈ ഒരു ബിരിയാണി തയ്യാറാക്കുമ്പോൾ ഞാൻ നെയ്യ് തീരെ തന്നെ ഉപയോഗിക്കുന്നില്ല കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു ചെറിയ പിടി മല്ലിയില മുറിച്ചത് ചേർത്ത് കൊടുക്കുക. നമ്മൾ ഇതിന് വേണ്ടിയിട്ട് മല്ലിയിലയും പുതിനയിലൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ളത് തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോഴായിരിക്കും നല്ല ടേസ്റ്റി ആയിട്ട് ബിരിയാണി വരിക. പിന്നെ ഒരു പിടി പുതിനയില മുറിച്ചത് ഇട്ട് കൊടുക്കുക. അതുപോലെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത സവാള ഉണ്ടല്ലോ, അതിൽ നിന്ന് ഒരു 1/4 ഭാഗത്തോളം നമ്മൾ ഇപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. പിന്നെ നമ്മൾ ഒരു 1/4 ഭാഗത്തോളം മാറ്റി വയ്ക്കും ദം ചെയ്യുമ്പോൾ ഇട്ട് കൊടുക്കാനും അതുപോലെ അവസാനം ഒന്ന് ഗാർണിഷ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്. ഈ സവോള ഫ്രൈ ചെയ്തെടുത്തത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ക്രഷ് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം ട്ടോ. ഞാനിപ്പോൾ ക്രഷ് ചെയ്യണമൊന്നുമില്ല, മുഴുവനോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കണം. പിന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ ബിരിയാണി മസാല ഉണ്ടല്ലോ, അതിൽ നിന്ന് 1 ടീസ്പൂൺ അളവിൽ ഇപ്പം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരുപാട് അളവിലൊന്നും ചേർത്ത് കൊടുക്കരുത് കേട്ടോ. ബിരിയാണി മസാലയുടെ അളവൊക്കെ കൂടിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ബിരിയാണി കഴിക്കാനൊന്നും വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. ഇനി എല്ലാം കൂടി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാനിതിപ്പോൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. പിന്നെ ഈ ഒരു റെസിപ്പിയിൽ നമ്മൾ തക്കാളി ഒന്നും തന്നെ ഉപയോഗിക്കണില്ല കേട്ടോ. ഇപ്പം കണ്ടില്ലേ, ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ആ കിസ്മിസും കാഷ്നട്ടും ഉണ്ടല്ലോ, അതിൽ നിന്ന് കുറച്ചും കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതിലേക്ക് നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത്. ചിക്കൻ ചൂടായിട്ട് വരുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ആവശ്യത്തിനുള്ള വെള്ളം, അതായത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഒരു വെള്ളം പുറത്തോട്ട് വന്നോളൂ കേട്ടോ. ഇനി ഇത് നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ പിന്നെ നമുക്കിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ചിക്കൻ നന്നായിട്ട് തന്നെ ഒന്ന് കുക്കായിട്ട് വരണം. ഒരു 1/4 ഭാഗത്തോളം തന്നെ ഇത് കുക്കായിട്ട് വന്നാൽ മതി കേട്ടോ. പിന്നെ നമ്മൾ ദം ചെയ്തെടുക്കുന്ന സമയത്ത് ബാക്കിയുള്ളത് കുക്ക് ചെയ്തെടുത്താലും മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ മുഴുവനായിട്ട് കുക്ക് ചെയ്തെടുക്കുക. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ സൗകര്യം കേട്ടോ. എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല, നന്നായിട്ടൊന്ന് കുക്കായിട്ട് വരട്ടെ. ഈ ഒരു സമയത്ത് നമുക്ക് റൈസ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു വലിയ പാത്രത്തിൽ കുറച്ചധികം വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ബേ ലീഫ് ഇട്ട് കൊടുക്കുക. അതുപോലെ ഇതുപോലെ ഒരു കഷ്ണം കറുകപ്പട്ട, പിന്നെ നമുക്ക് ഇതിലേക്ക് 4 ഗ്രാമ്പു ഇട്ട് കൊടുക്കുക. പിന്നെ ഏലക്കായും ഞാനൊരു 4 എണ്ണം തന്നെയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കിത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൽ ചേർക്കണ ഉപ്പിൻ്റെ ഒരു അളവ് എന്ന് പറയുന്നത് നമ്മൾ ഈ വെള്ളം ടേസ്റ്റ് ചെയ്ത് നോക്കണ സമയത്ത് ഉപ്പ് കുറച്ചൊന്ന് മുന്നോട്ട് നിൽക്കണം. അപ്പോഴായിരിക്കും ബിരിയാണിയിൽ കറക്റ്റ് ആയിട്ടുള്ളൊരു ഉപ്പ് ഉണ്ടാവുള്ളൂ കേട്ടോ. ഇനി ഇത് നല്ലപോലെ തന്നെ ഒന്ന് തിളച്ച് വരട്ടെ. അതിനുശേഷം മാത്രമാണ് നമ്മൾ ഇതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് അപ്പുറത്തെ അടുപ്പിൽ ചിക്കൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. കറക്റ്റായിട്ട് എല്ലാവിടെയും ഒന്ന് മസാലയൊക്കെ ഒന്ന് പിടിച്ച് വരട്ടെ കേട്ടോ. ഇപ്പൊ കണ്ടില്ലേ, ചിക്കൻ്റെ ഉള്ളിൽ നിന്ന് ആവശ്യത്തിന് വെള്ളം പുറത്തോട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു വെള്ളം തന്നെ മതി കേട്ടോ ചിക്കൻ കറക്റ്റായിട്ട് കുക്കായിട്ട് വരാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ എടുക്കുന്ന ചിക്കൻ അനുസരിച്ച് കുക്കിംഗ് ടൈമിൽ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. ഇവിടെയൊക്കെ സാധാരണ കിട്ടുന്ന ചിക്കൻ എന്നൊക്കെ പറയുന്നത് ഒരു 15 മിനിറ്റ് ഒക്കെ മതി കറക്റ്റായിട്ട് കുക്കായിട്ട് വരാൻ വേണ്ടിയിട്ട്. ഇനി ഞാനിതിപ്പോൾ ഒന്നും കൂടി ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് കുക്കായിട്ട് വന്നോട്ടെ. ഇപ്പൊ കണ്ടില്ലേ, ചിക്കൻ കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ തുറന്നു വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. ഒരു 1/4 ഭാഗത്തോളം തന്നെ ചിക്കൻ കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ചിക്കൻ്റെ ഒരു ഗ്രേവി നമ്മൾ വറ്റിച്ചെടുക്കുന്ന സമയത്ത് ചിക്കൻ ആവശ്യത്തിന് തന്നെ ഒന്ന് കുക്കായിട്ട് വന്നോളും. മസാലയൊക്കെ നന്നായിട്ട് ചിക്കൻ കഷ്ണങ്ങളിലൊക്കെ ഒന്ന് പിടിച്ച് വരട്ടെ കേട്ടോ. ഗ്രേവിയോട് കൂടി ഇരുന്ന് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് വരില്ലല്ലോ ബിരിയാണി. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ഈ വെള്ളത്തിലേക്ക് കുതിർത്തി വെച്ചതിന് ശേഷം ഊറ്റിയെടുത്ത ബസ്മതി റൈസ് ഇട്ട് കൊടുക്കുക. വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ റൈസ് ഇനി ഒരു 1/4 ഭാഗത്തിനേക്കാളും കുറച്ചും കൂടി കൂടുതലൊന്ന് കുക്കായിട്ട് വരണം. പക്ഷെ വെന്ത് കുഴഞ്ഞൊന്നും പോകരുത് കേട്ടോ.
ഈ ഒരു സമയം കൊണ്ട് കണ്ടില്ലേ ചിക്കൻ കറക്റ്റ് ആയിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ഡ്രൈ ആയിട്ട് വരണം. പക്ഷെ ഒരുപാട് ഡ്രൈ ആയിട്ട് വരണൊന്നുമില്ല. കണ്ടില്ലേ ചിക്കനൊക്കെ കുക്കായിട്ട് ഒന്ന് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് മതി ട്ടാ. ഇനിയിപ്പോ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാണ്. നമുക്ക് റൈസ് കുക്കായിട്ട് വന്നിട്ടുണ്ടോ എന്ന് നോക്കാട്ടാ. കണ്ടില്ലേ റൈസ് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും കുക്കായിട്ട് വന്നാൽ മതി ട്ടാ. നമുക്കിനി റൈസ് ഒന്ന് ഡ്രെയിൻ ചെയ്ത് എടുക്കാം. അപ്പോൾ ഡ്രെയിൻ ചെയ്ത് ഇട്ട് കൊടുക്കണ സമയത്ത് നല്ല പരന്നൊരു പാത്രത്തിൽ തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ റൈസ് ഓവറായിട്ട് കുക്കാവാൻ സാധ്യതയുണ്ട്. കണ്ടില്ലേ ഇതുപോലെ ഞാൻ പരത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫാൻ്റെ താഴെയോ അങ്ങനെ എന്തെങ്കിലും വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഓവറായിട്ട് റൈസ് കുക്കായിട്ട് വരില്ല. അല്ലെങ്കിൽ ഇരുന്ന് കൊണ്ട് തന്നെ റൈസ് ഒരുപാട് കുക്കായിട്ട് വരും. ഇനി നമുക്കിതൊന്ന് ദം ചെയ്യണം. ഞാനിവിടെ ഒരു വലിയ പാത്രം എടുത്തിട്ടുണ്ട്. അടിഭാഗം നല്ല കട്ടിയുള്ള ഒരു പാത്രം എടുക്കാം കേട്ടോ. ഇതിലേക്ക് നമ്മളുടെ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുക. അപ്പോൾ ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ഇതുപോലെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. കണ്ടില്ലേ മുഴുവനായിട്ട് തന്നെ ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ചിക്കൻ്റെ ഒരു ലെയർ മാത്രമാണ് തയ്യാറാക്കണല്ലോ കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 3 ലെയറായിട്ട് ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കുക കേട്ടോ. അതൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടം. അതിൻ്റെ മുകളിൽ നമുക്ക് റൈസ് ഇട്ട് കൊടുക്കുക. റൈസ് ഞാനിപ്പോൾ പകുതി മാത്രമാണ് ചേർത്ത് കൊടുക്കണത്. റൈസും ഇതുപോലെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. എല്ലാവരുടെയും ഒരുപോലെ തന്നെ ആവണം. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണത് പാലിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കണതാണ് കേട്ടോ. ഒരു 1/4 കപ്പോളം പാലാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഒരു കളറിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഇതിന് പകരം പാലിൽ കുങ്കുമപ്പൂവ് മിക്സ് ചെയ്തിട്ട് അതായത് സാഫ്രോൺ ഉണ്ടല്ലോ അത് മിക്സ് ചെയ്തിട്ട് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫുഡ് കളർ വേണമെന്നുണ്ടെങ്കിലും ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അതിൽ ഏത് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്. ഇനി ഇതിലേക്ക് കുറച്ച് സവാള ഫ്രൈ ചെയ്തത് ഇട്ട് കൊടുക്കുക. അതുപോലെ കുറച്ച് കാഷ്നട്ടും കിസ്മിസും ഫ്രൈ ചെയ്തത് കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ മല്ലിയിലയും പുതിനയിലയും നല്ല ചെറുതായിട്ട് തന്നെ മുറിച്ചതും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ ഒരു ബിരിയാണി മസാല ഉണ്ടല്ലോ അത് കുറച്ച് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് അടുത്ത ലെയറായിട്ട് ബാക്കിയുള്ള ചോറ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ മുഴുവനായിട്ട് റൈസ് ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുക്കുകയാണ് ഇതിലേക്ക്. കണ്ടില്ലേ ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ മല്ലിയില പുതിനയില മുറിച്ചത് ഇട്ട് കൊടുക്കുക. അതുപോലെ കാഷ്നട്ട് കിസ്മിസ് ഫ്രൈ ചെയ്തത് സവോള ഫ്രൈ ചെയ്തത് എല്ലാം ഇട്ട് കൊടുക്കുക. പിന്നെ അതിനുശേഷം ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ആ ഒരു ബിരിയാണി മസാല ഉണ്ടല്ലോ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആ ബിരിയാണി മസാലയിൽ നിന്ന് കുറച്ചൊരു 2 നുള്ളൊക്കെ മതി കേട്ടോ. ഒരുപാട് അളവിലൊന്നും വേണ്ട. ഒരുപാട് ബിരിയാണി മസാലയുടെ ഫ്ലേവറൊക്കെ ആയി കഴിഞ്ഞാൽ ബിരിയാണി ഒന്നും കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ചെറിയൊരു ഫ്ലേവർ തന്നെ മതി. അപ്പോൾ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ച അതായത് പാലിൽ മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്ത് വെച്ച ആ ഒരു മിക്സ് ഉണ്ടല്ലോ അതും കൂടി കുറേശ്ശെ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ 1/4 കപ്പ് പാലിൽ മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്ത് വെച്ചത് മുഴുവനായിട്ട് തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്കിത് ഇനി ഒന്ന് കവർ ചെയ്യണം. അപ്പോൾ ഞാനിവിടെ ഒരു അലുമിനിയം ഫോയിൽ പേപ്പറാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ അലുമിനിയം ഫോയിൽ പേപ്പർ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഒന്നില്ലെങ്കിൽ മൈദ കുഴച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ആട്ടയാണെന്നുണ്ടെങ്കിലും കുഴച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഞാൻ ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ദം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പഴയ തവ നന്നായിട്ട് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നമ്മളുടെ ബിരിയാണിയുടെ പാത്രം വെച്ച് കൊടുക്കുക കേട്ടോ. അതിനുശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ അടപ്പ് വെച്ചിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് അടച്ചു കൊടുക്കുക കേട്ടോ. ഒരു അരമണിക്കൂറോളം ഇത് നമുക്ക് നല്ല പോലെ തന്നെ ഒന്ന് ദം ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ബിരിയാണി ദം ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ എടുക്കണ പാത്രം അത്യാവശ്യം നല്ല അടിഭാഗം നല്ല കട്ടിയുള്ള പാത്രമായിരിക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇതിൻ്റെ മസാലയുടെ അടിഭാഗമൊക്കെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. നന്നായിട്ട് തന്നെ ചൂടായിട്ട് മോൾ ഭാഗം വരെ ചൂടായിട്ട് വരണം. അതിനുശേഷം ഒരു 15 മിനിറ്റ് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അതുപോലെ തന്നെ വെക്കുക. എന്നിട്ട് തുറന്ന് നോക്കാം. കണ്ടില്ലേ ഇപ്പം നമ്മുടെ ബിരിയാണി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ മുകൾ ഭാഗം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കളറൊക്കെ കറക്റ്റായിട്ടൊന്ന് വരാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കേക്കൊക്കെ കട്ട് ചെയ്തെടുക്കണ പോലെ ആ ഒരു രീതിയിൽ കട്ട് ചെയ്തിട്ടും വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം കേട്ടോ. അതിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടം. പക്ഷേ അടിഭാഗത്തെ മസാല ഞാൻ മിക്സ് ചെയ്യണില്ല. കണ്ടില്ലേ കണ്ടില്ലേ റൈസൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. വെന്ത് കുഴഞ്ഞൊന്നും പോയിട്ടൊന്നുമില്ല കേട്ടോ. ഇനി നമുക്ക് ഒരു ഭാഗത്തുനിന്ന് ഈ റൈസ് ഒന്ന് മാറ്റി കൊടുക്കാം. അതിനുശേഷം മസാല മാറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഒരുമിച്ച് മസാല മിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഇതൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് മാറ്റി കൊടുക്കുകയാണ്. അതിനുശേഷം മസാല വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്.
അപ്പോൾ കണ്ടില്ലേ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹൈദരാബാദി ചിക്കൻ ദം ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ചിക്കൻ പീസസൊക്കെ ആദ്യം ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കണ്. പിന്നെ അതിൻ്റെ മുകളിൽ റൈസ് ഇട്ട് കൊടുക്കണ് കേട്ടോ. കണ്ടില്ലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ബിരിയാണി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് തന്നെ പല ടൈപ്പിലുള്ള ബിരിയാണികളുടെ റെസിപ്പീസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ബിരിയാണിയുടെ കൂടെ കഴിക്കാവുന്ന സൈഡ് ഡിഷസിൻ്റെ റെസിപ്പീസും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണണമെന്നുള്ളവർക്ക് കണ്ടു നോക്കാം. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ കണ്ടില്ലേ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹൈദരാബാദി ചിക്കൻ ദം ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിൽ ചിക്കൻ ബിരിയാണി തയ്യാറാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് തയ്യാറാക്കി നോക്കുക കേട്ടോ. എന്തായാലും ഇഷ്ടപ്പെടും. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയാം കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോട്ടെ. അതുകൂടാതെ നിങ്ങളുടെ വിനേറെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ മറ്റേ റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.